അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിൻ്റെ സെക്കൻഡ് ലീഗ് ഇന്ന് തുടങ്ങുന്നു. ഇന്ന് ബാഴ്സലോണയും ഇന്റർ മിലാനും നേരിടുന്നു. ബാഴ്സലോണ ഇന്റർ മിലാനെ നേരിടുന്നു. നാളെ PSG ആർസണലിനെ നേരിടുന്നു. അപ്പോൾ നമുക്ക് നേരെ ബാഴ്സലോണ ഇന്റർ മത്സരം നോക്കാം. ആദ്യ പാദത്തിൽ 3-3 സമനിലയായിരുന്നു. 6 ഗോൾ ത്രില്ലർ പോരാട്ടമായിരുന്നു ആദ്യ പാദം. അതും ബാഴ്സലോണയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടന്നത്. ബാഴ്സലോണയ്ക്ക് ജയിക്കാൻ പറ്റാവുന്നത് ബാഴ്സലോണയ്ക്ക് ഒരു ചെറിയൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. കാരണം സ്വന്തം ഹോം ഗ്രൗണ്ടിൽ ജയിക്കാൻ പറ്റുകയാണെങ്കിൽ നെക്സ്റ്റ് പോകുന്ന എവേ ഗ്രൗണ്ട് ആണല്ലോ. അപ്പോൾ അതൊരു ഹോം ഗ്രൗണ്ടിലെ വിജയം ഒരു ഗോളിനാണെങ്കിൽ ഒരു ഗോളിന് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ അത് എവേ ഗ്രൗണ്ടിൽ പോയിട്ട് അത് സെക്കൻഡ് ലീഗ് കളിക്കുമ്പോൾ അഡ്വാൻറ്റേജ് ആണ്. ഇതിപ്പോൾ ബാഴ്സലോണയ്ക്ക് പ്രത്യേകിച്ച് അഡ്വാൻറ്റേജൊന്നും ഇല്ല. കാരണം 3-3 സമനിലയാണ്. പക്ഷേ ഇന്റർ മിലാനാണെങ്കിൽ ഫുൾ അഡ്വാൻറ്റേജ് ആണ്. ഹോം അഡ്വാൻറ്റേജ് ഉണ്ട്. ആദ്യ പാദത്തിൽ ബാഴ്സലോണേനെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ട് 3-3 തളച്ചതിൻ്റെ ആത്മവിശ്വാസം ഉണ്ട്. കാരണം ബാഴ്സലോണയുടെ ഈ ലാലിഗയിൽ ടോപ്പായി നിൽക്കുന്ന ബാഴ്സലോണേനെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് തളയ്ക്കാൻ പറ്റിയ ഒരു ആത്മവിശ്വാസം എന്തായാലും ഇന്ററിന് കാണും. പിന്നെ ഹോം അറ്റ്മോസ്ഫിയറും എന്തായാലും ഇന്റർ മിലാൻ്റെ ആരാധകർ എന്തായാലും സാൻസിറോയിൽ വമ്പൻ ഒരുക്കങ്ങളൊക്കെ ആയിട്ടും വരിക. അപ്പോൾ എന്തായാലും ഹോം ഗ്രൗണ്ട് ഫുള്ള് ഇന്റർ മിലാൻ ഉണ്ടാവും. അത് കാരണം കൊണ്ട് ഇന്റർ മിലാൻ മാക്സിമം അത് അഡ്വാൻറ്റേജ് യൂസ് ചെയ്യും എന്ന് തോന്നുന്നത്. പക്ഷേ ബാഴ്സലോണനെ എഴുതി തള്ളാൻ പറ്റില്ല. ബാഴ്സലോണ ലെവൻഡോസ്കി പരിക്കുന്ന തിരിച്ചു വരുന്നു എന്ന് കേൾക്കുന്നുണ്ട്. പിന്നെ യമാലുണ്ട്, റാഫീഞ്ഞ ഉണ്ട്, എല്ലാ പടക്കോപ്പും അവരിലുണ്ട്. എപ്പോൾ വേണമെങ്കിലും ആ പടക്കോപ്പുകൾ പൊട്ടിത്തെറിക്കാം. എന്തായാലും ഇന്റർ മിലാൻ ഒന്ന് കരുതിയിരിക്കുക തന്നെ വേണം. കാരണം ടോപ്പ് ക്ലാസ് ആണ്. പെഡ്രി ഇപ്പോഴത്തെ സുവർണ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാര ഫോമിലാണ് പെഡ്രി കളിക്കുന്നത്. അപ്പോൾ പെഡ്രി പിന്നെ യമാലുണ്ട്, എല്ലാവരും കിഡിലനായിട്ടാണ് കളിച്ചത്. റാഫീഞ്ഞ എല്ലാവരും ഇപ്പോൾ ലെവൻഡോസ്കി വരാത്തെങ്കിൽ ലെവൻഡോസ്കി. അപ്പോൾ എല്ലാവരും കിഡിലൻ ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാരണം കൊണ്ട് അവർ പിടിച്ചു കെട്ടുക എളുപ്പമല്ല. പക്ഷേ ഇന്റർ മിലാനെ നോക്കുമ്പോൾ ഇന്റർ മിലാൻ്റെ ഹോം ഗ്രൗണ്ടിലാണ് സെക്കൻഡ് ലീഗ് കളിക്കുന്നത്. സ്കോർ ലൈൻ നോക്കണ്ട, സ്കോർ ലൈൻ ആർക്കും അഡ്വാൻറ്റേജ് ഇല്ല. 3-3 സമനിലയാണ്. അത് കാരണം ഫ്രഷ് ആയിട്ട് അവർക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഹോം അഡ്വാൻറ്റേജും ഗാലറിയിൽ നിന്നുള്ള അഡ്വാൻറ്റേജും ഒക്കെ ഉണ്ട്. പിന്നെ സെക്കൻഡ് ലീഗ് ആയ കാരണം കൊണ്ട് ഒരു പേടി മുൻതൂക്കം ഇന്ററിനാണ് ഞാൻ കൊടുക്കുന്നത്. പക്ഷേ ബാഴ്സലോണ എഴുതി തള്ളാനും പറ്റില്ല. അപ്പോൾ എന്തായാലും എപ്പിക് ക്ലാഷിനാണ് നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അപ്പോൾ അടിപൊളി കളിയായിരിക്കും. ആ മത്സരശേഷം ആര് കരയും ആര് ചിരിക്കും എന്ന് നമുക്ക് കണ്ടറിയാം.